ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാഷ് ബേസ് നമുക്ക് ഭിത്തിമ എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിൻ്റെ ബോൾട്ട് റഗ് ബോൾട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വാഷ് ബേസിൻ 20 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ്. അതിൻ്റെ ബാക്കിൽ 2 ഹോളുകൾ കണ്ടോ, ഇതോടെയാണ് നമ്മൾ ഭിത്തിമേക്ക് ഉറപ്പിച്ച് വെക്കേണ്ടത്. ആദ്യമേ തന്നെ ഈ 2 ഹോളുകൾ തമ്മിലുള്ള അകലം നമ്മൾ ആദ്യമേ തന്നെ ടേപ്പിന് മാർക്ക് ചെയ്തിടുക. അതല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം, അതല്ലാത്ത രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഓക്കെ ആക്കി ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ 2 ഹോളുകൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ ടു സെൻറ്ററാണ് നമ്മളെടുത്തു. അതിനുശേഷം 34 ഇഞ്ചാണ് ഒരു വാഷ് ബേസിൻ്റെ ഏറ്റവും ടോപ്പ് വരേണ്ടത്. അതിൽ നിന്നും ആ മുകളിൽ നിന്ന് അകലം കുറച്ചതിന് ശേഷം നമ്മൾ ഈ ഇത് കണ്ടോ, ആ വേസ്റ്റ് കപ്ലിങ് വന്നതിനുണ്ടോ, വേസ്റ്റ് പൈപ്പ് വന്നതിനുണ്ടോ, അതായിരിക്കണം നമ്മുടെ വാഷ് ബേസിൻ്റെ സെൻറ്റർ. അതിവിടെ നേരെ മാർക്ക് ചെയ്യുക. 34 ഇഞ്ചാണ് ഏറ്റവും ടോപ്പ് വരേണ്ടത് വാഷ് ബേസിൻ്റെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം, അതിൻ്റെ കനം കഴിച്ചിട്ട് വേണം നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു 34 ഇഞ്ച് കണ്ടോ, അതിൽ നിന്നും താഴേക്കുള്ള വാഷ് ബേസിൻ്റെ താഴേക്കുള്ള കനം കൂടി എടുത്തിട്ട് അവിടെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു. അവിടെ നിന്നും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ ആ ബാക്കിലെ 2 ഹോളുകൾ വെച്ചതിന് ശേഷം ആ സെൻറ്റർ ആക്കിയതിന് ശേഷം അപ്പുറത്തെ ഇപ്പുറത്തെ ഹോളുകൾ കറക്റ്റ് ചെയ്യുക. അപ്പുറത്തെ ഹോളുകൾ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ റാക്ക് ബോൾട്ട് വരുന്നത്. കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് 14 ഇഞ്ചിൻ്റെ ബിറ്റാണ് കോമൺലി വരാറ്. അതായത് 14 ഇഞ്ചിൻ്റെ ഫിഷറാണ്, 14 mm ഫിഷറാണ് സാധാരണ കോമൺലി നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ സെറ്റ് കാര്യങ്ങൾ, ബോൾട്ട് സെറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിഷർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അത് കിട്ടും. അപ്പോൾ ഈ റാക്ക് ബോൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഷറുണ്ട്, അതിൻ്റെ നെറ്റ് ബോൾട്ട് ഉണ്ട്, അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് വരുന്ന വാഷ് വരുന്നുണ്ട്, പിന്നെ സ്റ്റീലിൻ്റെ വാഷ് വരുന്നത്. ഇത്രയാണ് അതിൻ്റെ അത് മെയിനായിട്ട് വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഡ്രില്ല് 14 ബിറ്റാണ് വരുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, നമ്മളൊരു ഫിഷർ എടുക്കുക, ഫിഷർ പ്ലഗ് അതെടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും എൻഡ് കണ്ടോ, അതൊന്ന് നോക്കിയതിന് ശേഷം ആ എൻഡും നമ്മൾ എടുക്കുന്ന ഡ്രിൽ ബിറ്റിൻ്റെ എൻഡും തമ്മിലൊന്ന് വെച്ച് നോക്കുക. ഓവറായിട്ട് ലൂസ് ചെയ്യാതിരിക്കുക. കറക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് നിന്ന് തിരിയും ഡ്രില്ല് ചെയ്യുന്ന സമയത്ത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് 14 എഴുതിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 14 mm ബിറ്റാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. കോമൺലി ഒരു 90% വരുന്നത് 14 തന്നെയാണ് വരാറ്. നമ്മളെടുക്കുക, നേരെ അതിൻ്റെ ഫ്രണ്ടിൽ, നമ്മളെ ബിറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കറക്റ്റ് ആ ബിറ്റിൻ്റെ ഔട്ടറും ഈ പറയുന്ന നമ്മൾ ഈ ഫിഷറിൻ്റെ ഔട്ടറും ഏകദേശം സെയിം ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ബിറ്റായിരിക്കും. ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ബിറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ബിറ്റ് വലിപ്പമുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ബിറ്റ് ചെറുതാണെങ്കിൽ ഈ പറയുന്ന ഫിഷർ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറാത്തൊരവസ്ഥ വരും. അപ്പോൾ കറക്റ്റായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുക ബിറ്റ് എന്തോരം നമുക്ക് ഈ ഫിഷർ കയറണമെന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ മാർക്ക് ചെയ്ത ഹോള് നമ്മൾ സെൻറ്റർ ടു നമ്മൾ അടിക്കുക. ആ 14 ബിറ്റ് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹോള് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഹോള് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഈ ഫിഷർ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ തള്ളി അകത്തേക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരാണെങ്കിൽ ഓക്കെ, അത് നമ്മുടെ കറക്റ്റ് ഫിഷറായിരിക്കും. അത് നമ്മൾ ഇതുപോലെ തന്നെ അകത്തേക്ക് കയറ്റി വെച്ചിരിക്കുക. സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ നെറ്റ് ബോൾട്ട് കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാഷ് ബേസിന് കറക്റ്റായിട്ട് നോർമൽ ലെവലിൽ കയറ്റി വെച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ പോലെ തന്നെ ബോൾട്ട് സെറ്റ് എങ്ങനെയാണ്, ആ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഏത് ബിറ്റാണ് ഉപയോഗിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എത്ര എമ്മിൻ്റെ ബിറ്റാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.